നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആപ്പ് എന്ന രാഷ്ട്രീയ പാർട്ടി ആകെ ആപ്പിലായിരിക്കുന്ന അവസ്ഥ. 3 വർഷമായി ആപ്പിന് പരീക്ഷണഘട്ടം. ഒടുവിൽ ഒരു മന്ത്രി തന്നെ അറസ്റ്റിലാകുന്നു, ജയിലറയ്ക്കുള്ളിൽ അകപ്പെടുന്നു. ഒടുവിൽ കേജ്രിവാൾ എന്ന വൻമരത്തെ കടപുഴകുന്ന തരത്തിൽ ആ വിവാദം ആളിക്കത്തി. ഒന്നും രണ്ടുമല്ല, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കേജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചത് 9 സമൻസുകൾ. എല്ലാ തവണയും പോടാ പുല്ലേ എന്ന മട്ടിലായിരുന്നു കേജ്രിവാളിൻ്റെ പ്രസ്താവനകൾ. ഒടുവിൽ കേജ്രിവാളിൻ്റെ സിവിൽ ലൈനിലെ ഔദ്യോഗിക വസതിയിൽ വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് ED സംഘം എത്തുന്നു. 2 മണിക്കൂർ ചോദ്യം ചെയ്യൽ, ഒടുവിൽ അറസ്റ്റ്. അക്ഷരാർത്ഥത്തിൽ രാജ്യം നടുങ്ങി നിന്ന നിമിഷങ്ങൾ. പിന്നീട് കോടതിയിൽ നിന്ന് കേജ്രിവാളിന് ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാൻ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേജ്രിവാൾ. എന്നാൽ ദില്ലി ഹൈക്കോടതി കൂടി കൈവിട്ടതോടെയാണ് ED കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. അഴിമതി കേസിൽ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് ആദ്യ സംഭവം. അതുകൊണ്ട് തന്നെ കേജ്രിവാൾ അവസാന നിമിഷവും പ്രതീക്ഷിച്ചു താൻ അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന്. മുൻപ് പലവട്ടം കേന്ദ്ര അന്വേഷണ സംഘം കേരളത്തിലെ മുഖ്യമന്ത്രിയെ നോട്ടമിട്ടിരുന്നു. അപ്പോഴൊക്കെ പിണറായി വിജയൻ പറഞ്ഞത് ഒരേ വാചകം: ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കാനുള്ളൂ. കേജ്രിവാൾ എന്ന നേതാവിന് ഭരണാധികാരിക്ക് മടിയിൽ കനമില്ലെങ്കിൽ ഭയക്കേണ്ടതില്ല, ഉപ്പ് തിന്നിട്ടില്ല എങ്കിൽ വെള്ളം കുടിക്കേണ്ടതില്ല. ഏറ്റവും ഒടുവിലിത ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കുന്നത് നീതിന്യായ സംവിധാനമാണ്. കോടതി തന്നെയാണ് എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലേക്ക് 8 ദിവസം കേജ്രിവാളിനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഭരണാധിപൻ പറയുന്നു താൻ ജയിലിൽ കിടന്ന് സംസ്ഥാനം ഭരിക്കുമെന്ന്. എന്നാൽ സാങ്കേതികമായി ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഇത്തരമൊരു ഭരണത്തിൽ. മന്ത്രിസഭായോഗം ചേരാൻ കഴിയില്ല. ചീഫ് സെക്രട്ടറിയുമായി നിരന്തരം ബന്ധപ്പെടാനോ ഫയലുകളിൽ തീർപ്പാക്കാനോ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേജ്രിവാളിന് സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ജയിലിൽ കിടന്ന് ഭരിക്കുക? മുഖ്യമന്ത്രി സ്ഥലത്തില്ല എങ്കിൽ പകരം ആളെ നിശ്ചയിക്കാനോ ചുമതലയേൽപ്പിക്കാനോ സാധിക്കും. എന്നാൽ ജയിലിൽ കിടന്ന് ഭരിക്കാൻ ഒരുപാട് പ്രായോഗിക പ്രയാസങ്ങളുണ്ട്. പ്രതിപക്ഷം പറയുന്നത് പോലെ രാഷ്ട്രീയ ഇടപെടലാണ് അറസ്റ്റിന് പിന്നിൽ എങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യതയും കേജ്രിവാളിനും പാർട്ടിക്കുമുണ്ട്. അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിൻ്റെ കസ്റ്റഡിക്കായി EDയും ജാമ്യത്തിനായി കേജ്രിവാളിൻ്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയും നടത്തിയ വാദപ്രതിവാദങ്ങൾ സമാനതകളില്ലാത്തതാണ്. 3 മണിക്കൂറിലേറെ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് അരവിന്ദ് കേജ്രിവാളിനെ ED കസ്റ്റഡിയിലേക്ക് വിട്ടത്. മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ കേജ്രിവാൾ തന്നെയെന്ന് EDയുടെ അഭിഭാഷകൻ തുടക്കം മുതൽ കോടതിയിൽ വാദിച്ചു. ആ വാദം വിജയിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ED ആസൂത്രണം ചെയ്ത അഴിമതിക്കഥയാണിത് എന്ന മറുവാദം. തെരഞ്ഞെടുപ്പ് പ്രചരണം തടയുന്നതിന് അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുവെന്നാണ് കേജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. കേസിൽ ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ 1 വർഷമായി കൈമാറിയ എല്ലാ സമൻസുകളും കേജ്രിവാൾ അവഗണിച്ചു. വീട്ടിലെത്തി ചോദ്യം ചെയ്തപ്പോൾ സഹകരിച്ചില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ. ഇത്ര തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമെന്ത് എന്ന മനു അഭിഷേക് സിംഗ്വിയുടെ ചോദ്യത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഈ ഉത്തരം പറഞ്ഞത്. ഡൽഹി ഹൈക്കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ രാജ്യം ഉറ്റുനോക്കി. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ചിലർക്കെങ്കിലും ഒരു സംശയമുള്ളിലുദിച്ചു: അരവിന്ദ് കേജ്രിവാൾ ഇത്തിരി ഉപ്പ് തിന്നോ? കേസിൽ 1ാം സാക്ഷി 2 തവണ നൽകിയ മൊഴികളിലും കേജ്രിവാളിനെപ്പറ്റി പരാമർശമില്ല എന്ന് സിംഗ്വി വാദിച്ചു. 1ാം സാക്ഷിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യം നിഷേധിച്ചു. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ മാപ്പ് സാക്ഷിയായി. തൊട്ടടുത്ത ദിവസം കേജ്രിവാളിനെതിരെ ഇയാൾ മൊഴി നൽകി. ഇതൊന്നും അറസ്റ്റ് ചെയ്യാൻ മതിയായ കാരണമല്ല. എന്നാൽ പിന്നീട് കോടതിയിൽ നടന്ന 43 മിനിറ്റ് തുടർവാദം, അതാണ് അക്ഷരാർത്ഥത്തിൽ കേജ്രിവാളിനെ കുടുക്കിയത്. കേജ്രിവാൾ കുറ്റക്കാരനെന്ന് തെളിയിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ കോടതി മുറിക്കുള്ളിൽ എടുത്തത് 43 മിനിറ്റുകൾ. EDക്ക് വേണ്ടി ഇന്നലെ ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. സമാനതകളില്ലാത്ത വാദമുഖമാണ് അദ്ദേഹം കോടതിയിൽ ഉയർത്തിയത്. ഡൽഹി മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കേജ്രിവാൾ തന്നെ. അനുകൂല നയരൂപീകരണത്തിന് പ്രതിഫലമായി കേജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിൽ കൈക്കൂലി ആവശ്യപ്പെട്ടു. തെളിവുകൾ തങ്ങൾ കണ്ടെത്തി.
കേസിൽ കേജ്രിവാളിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളും സാക്ഷിമൊഴികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്. ഡൽഹി മദ്യനയ രൂപീകരണത്തിൽ കേജ്രിവാൾ നേരിട്ട് പങ്കാളി. കോടികൾ കൈക്കൂലി വാങ്ങി നയം രൂപീകരിച്ചു. കോഴപ്പണം കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു. അഴിമതിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ നേട്ടമുണ്ടാക്കി എന്ന് തുഷാർ മേത്ത കോടതിയെ ധരിപ്പിച്ചു. ആം ആദ്മി പാർട്ടി എന്നത് ഒരു വ്യക്തിയല്ല, സ്ഥാപനമാണ്. ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ അഴിമതിയിൽ പങ്കാളികളാണ്. അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ പാലിച്ചാണ് എന്ന തുഷാർ മേത്തയുടെ വാദം. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്ന് SV രാജുവും വ്യക്തമാക്കി. സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച 45 കോടി രൂപയുടെ കോഴപ്പണം ഖവാല ഇടപാടിലൂടെ ആം ആദ്മി പാർട്ടി 21-22 വർഷം ഗോവ തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ചു. പണം ചെന്നൈയിൽ നിന്ന് വന്നതിൻ്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന അഴിമതിയുടെ വ്യാപ്തി 100 കോടി രൂപയിൽ ഒതുങ്ങില്ല. കോഴയിലൂടെ മദ്യവ്യവസായ ലൈസൻസ് സ്വന്തമാക്കിയവർ നേടിയ കൊള്ളലാഭം കൂടി ഇതിൽ ഉൾപ്പെടുമെന്ന EDയുടെ വാദം. ആരോപണങ്ങളല്ല, വസ്തുതകളാണ് തങ്ങൾ കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നത്. ഈ വിവരങ്ങൾ തെളിയിക്കുന്ന കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെ ശക്തമായ തെളിവുകളുണ്ട് എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം ഒടുവിൽ കോടതി അംഗീകരിച്ചു. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ വിജയ് നായരുടെ ഇടപെടലുകൾ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന് വിനയായത്. AAPയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവിയായിരുന്നു മലയാളിയായ വിജയ് നായർ. മന്ത്രി കൈലാഷ് ഗെലോട്ടിന്റെ വീട്ടിൽ താമസിച്ചാണ് ഇദ്ദേഹം കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിച്ചത്. അരവിന്ദ് കെജ്രിവാളുമായി വലിയ മാനസിക അടുപ്പമുള്ളയാൾ. വിജയ് നായർ പലപ്പോഴും കേജ്രിവാളിന്റെ വീട്ടിലെത്തിയതിൻ്റെ കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ. വിശ്വഗുരുവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളർന്നു വന്നതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവ് ഇന്ത്യ മുന്നണിയുടെ നേതാവാകും എന്ന ഭയം BJPയെ പിടികൂടിയെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അടക്കം പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ പേടി തന്നെയാണ് ഇത്തരമൊരു അറസ്റ്റിനും ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് പിന്നിലും. ഭാവിയിൽ നരേന്ദ്രമോദിയും BJPയും ഭയക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ അമരക്കാരനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തന്നെയാകും എന്നും പല പ്രതിപക്ഷ നേതാക്കളും ഇപ്പോൾ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ കേന്ദ്രത്തിന്റെ പ്രതിപക്ഷ വേട്ടക്കാരെന്ന് ഇന്ത്യ സംഘം വിശേഷിപ്പിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒടുവിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നിഷ്കളങ്കമാണ് എന്ന് രാഷ്ട്രീയത്തിൽ കൗതുകമുള്ളവർ കരുതില്ല എന്നൊക്കെ പ്രതിപക്ഷം വിശദീകരിക്കുന്നു. 3.5 മണിക്കൂർ കോടതിയിൽ നടന്ന അതിശക്തമായ വാദം ഒടുവിൽ കേജ്രിവാളിനെ 28-ാം തീയതി വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടു. അങ്ങനെ ഡൽഹി മുഖ്യമന്ത്രി മദ്യനയ അഴിമതിയുടെ സൂത്രധാരൻ എന്ന പ്രചരണം രാജ്യത്ത് ശക്തമാകുന്നു. കേജ്രിവാളിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് സിംഗ്വി, വിക്രം ചൗധരി, രമേശ് ഗുപ്ത എന്നിവരുടെ വിശദമായ വാദങ്ങൾക്ക് പക്ഷേ ഡൽഹി മുഖ്യമന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിട്ടും ഡൽഹി മുഖ്യമന്ത്രി പദവി മറ്റാർക്കും കേജ്രിവാൾ കൈമാറാത്തത് എന്തുകൊണ്ട്? അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഇത് നിയമപരമായ ഒട്ടനവധി തലവേദനകളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഏതെങ്കിലും കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയോ തടവിന് ശിക്ഷ വിധിക്കുകയോ ചെയ്താൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അധികാരസ്ഥാനത്ത് തുടരാനാവില്ല എന്ന് നിയമങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത്തരം സന്ദർഭങ്ങളിൽ അധികാര പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടതാണ്. എന്നാൽ ശിക്ഷാ നടപടിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുകയോ കേസിൽ വിചാരണ കോടതി അന്തിമ വിധി പ്രസ്താവിച്ചില്ലെങ്കിലോ അധികാരസ്ഥാനത്ത് തുടരുന്നതിന് നിയമപരമായ തടസ്സങ്ങളില്ല. അഴിമതി ആരോപണങ്ങൾ ഏതെങ്കിലും അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് നേരെ ഉയർന്നു വരുമ്പോൾ പൊതുവെ രാജിവെക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ പുലർത്തിയിരുന്നത്. അതിന് നേരെ ഘടകവിരുദ്ധമായ സമീപനമാണ് കേജ്രിവാൾ സ്വീകരിക്കുന്നത്. ഇത് അദ്ദേഹത്തെ അധികാരസ്ഥാനത്ത് ആർത്തിയുള്ള ഒരു നേതാവാക്കി ചിത്രീകരിക്കപ്പെടാൻ ഇടവരുത്തും. അഴിമതിയുടെ കേന്ദ്രബിന്ദു മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ തന്നെയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറപ്പിച്ചു പറയുമ്പോൾ ഭാവിയിൽ ഇത് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെക്കും. കേജ്രിവാൾ എന്ന വൻ വൃക്ഷം കടപുഴകി വീഴുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. 3ാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ ഇനി കേജ്രിവാളിനെ കാത്തിരിക്കുന്നത് വലിയ രാഷ്ട്രീയ പരീക്ഷണങ്ങളാവും. അഴിമതിക്കെതിരെ ചൂലുമായി രംഗത്തെത്തി പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്തിൽ ഇന്ത്യയിൽ പുതു സ്വപ്നങ്ങൾ വിതറിയ കേജ്രിവാളിന് എന്താണ് സംഭവിച്ചത്?
മദ്യത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ അണ്ണാ ഹസാരെക്കൊപ്പം ചേർന്ന് നിന്ന് ഒരിക്കൽ ജനലോക്പാൽ ബിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കണം എന്ന ആവശ്യത്തിലൂന്നി ദില്ലിയിൽ നിരാഹാര സമരം നടത്തി ചരിത്രം സൃഷ്ടിച്ച അണ്ണാ ഹസാരെയും ഇപ്പോൾ കേജ്രിവാളിനെ തള്ളിപ്പറയുന്നു. കേജ്രിവാളിന് അധികാര ആർത്തിയെന്നാണ് അണ്ണാ ഹസാരെ പോലും പറയുന്നത്. ഉപ്പ് തിന്നിട്ടുണ്ട് കേജ്രിവാളെങ്കിൽ വെള്ളം കുടിക്കുമെന്നുറപ്പാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാവനയിൽ പറയുന്നത് പോലെ മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കാനുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.